അത്യാഗ്രഹിയായ സ്ത്രീക്ക് കിട്ടിയ ശിക്ഷ. എടോ പച്ചക്കറിക്കാരാ, ഇങ്ങോട്ട് വന്നേ. എന്തൊക്കെ പച്ചക്കറികളാ ഉള്ളത്? എല്ലാ പച്ചക്കറിയും ഉണ്ട് ചേച്ചി. ചേച്ചിക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചോളൂ. ഓ അങ്ങനെയാണോ? എല്ലാം വാങ്ങിച്ചിട്ട് ഞാനെന്ത് ചെയ്യാനാ? എനിക്കൊരു കിലോ തക്കാളി മതി. അതേ സുബ്ബലക്ഷ്മി ചേച്ചി, നിങ്ങൾ എന്തായി പറയുന്നേ? നിങ്ങളുടെ വീട്ടിൽ 4 പേരില്ലേ? 1 കിലോ തക്കാളി എന്തെടുക്കാനാ? മതി ചേച്ചി, വീട്ടിലൊരു പച്ചക്കറിത്തോട്ടം ഉണ്ടല്ലോ. ഈ തക്കാളിയെ എന്തെങ്കിലും ഒരു കറി വെച്ചാ അതിനകത്ത് ഇടാവല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാ. ഇത് തന്നെ 4-5 ദിവസത്തേക്ക് കാണും ചേച്ചി. ഓ അങ്ങനെയാണോ? ഞങ്ങളുടെ വീട്ടിൽ 4-5 പേരുണ്ട്. പക്ഷേ 4-5 കറികളെങ്കിലും ആവശ്യമുണ്ട്. ദാ നോക്ക്, കോവയ്ക്ക് 1 കിലോ, വെണ്ടയ്ക്ക 1 കിലോ, തക്കാളി 1 കിലോ, പിന്നെ 1 കിലോ പച്ചമുളകും കൂടി തന്നേക്ക്. ഇനി വരുമ്പോ എന്നെ ഒന്ന് വിളിക്കണേ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഞാൻ വാങ്ങിച്ചോളാം. അതിരിക്കട്ടെ സുബ്ബലക്ഷ്മി, നിങ്ങളുടെ ഭർത്താവിന് ശമ്പളം എത്രയുണ്ട്? എൻ്റെ ഭർത്താവിന് 10,000 രൂപ ശമ്പളം ഉണ്ട് ചേച്ചി. അതില്ലാതെ വീട്ടിലിരുന്ന് ഞാൻ തയ്ക്കുന്നുണ്ടല്ലോ. അത് തന്നെ ഞങ്ങൾക്ക് ധാരാളം. ഉള്ളത് കൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ ചേച്ചി ജീവിക്കുന്നേ. കൊള്ളാലോ, ശരിക്കും അത്ഭുതം തന്നെ. എൻ്റെ ഭർത്താവിന് ഒരു മാസം ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്. ഇത്രയും തുച്ഛമായ വരുമാനത്തിൽ നീ എങ്ങനെ കുടുംബം റൺ ചെയ്യുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് ചേച്ചി. നിങ്ങളുടെ അത്രയും പണക്കാരല്ലെങ്കിലും ഞങ്ങൾ സന്തോഷത്തോടാ ജീവിക്കുന്നത്. ശരി, കാണാം ചേച്ചി. വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്, പിന്നെ കാണാവേ. ഉത്സവാനുകൂല്യം. നല്ല കളറുള്ള സാരി, മനോഹരമായ സാരി, അതും കുറഞ്ഞ വിലയിൽ. വേഗം വരൂ വരൂ. ആ ഒന്ന് നിന്നേ. നിന്റെയിൽ എന്തെല്ലാം സാരികളുണ്ട്? എല്ലാം ഒന്ന് കാണിച്ചേ. സുബ്ബലക്ഷ്മി, ഇങ്ങി വന്നേ. ദാ സാരി കൊണ്ടുവന്നിരിക്കുന്നു, വേഗം വാ. ഇപ്പൊ വന്നില്ലെങ്കിൽ പിന്നെ വാങ്ങിക്കാൻ പറ്റില്ല. വേഗം വാ, വീട്ടുജോലിയൊക്കെ പിന്നെ തീർക്കാം. സാരിക്കാരാ, എനിക്ക് ഒരു സാരി വേണം. ഒരു 300 രൂപയ്ക്കുള്ളിലുള്ള ഒന്ന് കാണിച്ചേ. കളറും പോകരുത്, ചുരുങ്ങുകയും ചെയ്യരുത്. അങ്ങനെയുള്ളൊരു നല്ല സാരി കാണിച്ചേ. ഇന്നാ ചേച്ചി ചോദിച്ച സാരി. ഇത് വളരെ നന്നായിരിക്കും. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലേ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ തന്നാ മതി. എന്നെ നിങ്ങൾ വിശ്വസിക്കാം കേട്ടോ. ദാ വാങ്ങിച്ചോളൂ. ആ ശരി എന്നാ. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ദാ 300 രൂപയുണ്ട്. ഹായ്, എത്ര കളറാ ഉള്ളത്! ഈ സാരിയിൽ ഞാൻ ശരിക്കും സുന്ദരിയായിരിക്കും. ശരിയല്ലേ സുബ്ബലക്ഷ്മി? അല്ല, ഇതൊന്ന് നോക്കിയേ. ഇതിന്റെ കളറ് നന്നായിട്ടുണ്ട്. ഇതാണെങ്കിൽ തുണിയും നന്നായിട്ടുണ്ട്. എല്ലാം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാരിക്കാരാ, ഈ സാരിയുടെ മൊത്തം വിലയൊന്ന് പറഞ്ഞേ. ചേച്ചി, ഈ സാരിക്ക് എല്ലാം കൂടെ ചേർത്ത് 2500 രൂപയായി. വേഗം പണം തന്നാലേ എനിക്ക് പോയി മറ്റുള്ള കച്ചവടം നോക്കാമായിരുന്നു. ദാ ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പൊ എന്റെ കയ്യിലെ 2000 രൂപയേ ഉള്ളൂ. ബാക്കി 500 രൂപ തിരിച്ചു വരുമ്പോ ഞാൻ തരാം. എന്റെ ഭർത്താവിന് ഒരു മാസം ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്. എങ്കിൽ ശരി ചേച്ചി, ഞാൻ വരുമ്പോ വന്നേക്കാം. ലക്കി ഡ്രോ. 10 രൂപയുടെ സോപ്പില് 10,000 രൂപയുടെ സമ്മാനങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സമ്മാനങ്ങൾ നിങ്ങൾ വാങ്ങുന്ന സോപ്പിലുണ്ടെങ്കിൽ 5,000 രൂപയുടെ സ്റ്റീൽ പാത്രങ്ങൾ സമ്മാനം. ഓ അങ്ങനെയാണോ? നല്ല ഓഫർ ആണല്ലോ. ആ സമ്മാനം ഞാൻ വാങ്ങുന്ന സോപ്പിലുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അയ്യോ ദൈവമേ, എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അവർ സോപ്പിന്റെ കവർ തുറന്നു നോക്കി. അതിൽ സമ്മാനത്തിന്റെ ചീട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ സമ്മാനം അടിച്ചല്ലോ. നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. ഇതുവരെ 10 സോപ്പ് വിറ്റു, പക്ഷെ ആർക്കും സമ്മാനം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ. 10,000 രൂപയുടെ സമ്മാനങ്ങൾ. പകുതി പൈസ തന്നേക്ക്. 5,000 രൂപ എനിക്ക് വീട്ടിലേക്ക് പോണം. അയ്യോ, വളരെ ആഗ്രഹിച്ചു വാങ്ങിയ സോപ്പാ. പക്ഷേ എന്റെ കയ്യിൽ ഇപ്പോൾ 5,000 രൂപ ഇല്ലല്ലോ. എന്തു ചെയ്യും? ഈ ഓഫർ മിസ് ചെയ്താൽ എനിക്ക് കിട്ടിയ സമ്മാനം പോകും. ഈ ഭാഗ്യം വീണ്ടും കിട്ടുകയില്ല. എന്തായാലും ശരി, എനിക്ക് ഈ സമ്മാനം വേണം. ഒരു കാര്യം ചെയ്താലോ? സുബ്ബലക്ഷ്മിയോടൊന്ന് ചോദിച്ചു നോക്കാം. ഒരുപക്ഷെ പൈസ കിട്ടിയാൽ ഈ സമ്മാനങ്ങളെല്ലാം എനിക്ക് സ്വന്തമാക്കാം. സുബ്ബലക്ഷ്മി, നിന്നെ കാണാനാ ഞാൻ വന്നത്. എനിക്ക് നീയൊരു സഹായം ചെയ്യാവോ? എനിക്ക് ലക്കി ലോട്ടറി അടിച്ചിരിക്കുക. പകുതി വിലയിൽ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിക്കാം. എന്നേക്കാൾ മുമ്പേ 10 പേര് വാങ്ങിച്ചെന്ന്. പക്ഷേ ഒരാൾക്ക് പോലും സമ്മാനം അടിച്ചിട്ടില്ലെന്ന്. ഇതൊന്നും വിശ്വസിക്കാതെ ചേച്ചി, എല്ലാ സോപ്പിലും ഇതുപോലെ ചീട്ട് കാണും. അതിന്റെ മതിപ്പ് വെറും 5,000 രൂപയെ കാണൂ. ഒരു ഓഫറും ഇല്ല. പുറത്ത് വാങ്ങിയാലും അത്രയേ ഉള്ളൂ ചേച്ചി. നോക്കി നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ആദ്യം അവരെ പറഞ്ഞു വിട്. പറ്റിക്കാൻ നോക്കുക. ഞാൻ പറയുന്ന കേക്ക് ചേച്ചി. ദാ നോക്ക്, പൈസ ഇല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. അതെല്ലാം വിട്ടിട്ട് എനിക്ക് ബുദ്ധി ഒന്നും ഉപദേശിക്കണ്ട. ഞാൻ എന്തിനാ നിങ്ങളോട് വന്ന് പൈസ ചോദിക്കുന്നത്? ഞാനൊരു മണ്ടി. നിങ്ങളുടെ ഭർത്താവിന്റെ ശമ്പളത്തിൽ കുടുംബം പോറ്റുന്നതേ ബുദ്ധിമുട്ടാ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് തരാൻ നിങ്ങളുടെ കയ്യിൽ എവിടുന്നാ പണം? ചേച്ചി, അങ്ങനെയൊന്നും പറയരുത്.
സത്യമായിട്ടും എൻ്റെ ഈ പണമുണ്ട്. കൊച്ചു കുട്ടികളുള്ള വീടല്ലേ, എന്തെങ്കിലും ആവശ്യം വരുമെന്ന് കരുതി കുറച്ച് പണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ശരി, വിട്ടേക്ക്. ഞാൻ പറഞ്ഞാൽ ചേച്ചി കേൾക്കാനൊന്നും പോകുന്നില്ല. ചേച്ചിയുടെ ഭർത്താവിന് നല്ല ശമ്പളം ഉണ്ടല്ലോ. ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിക്കാം, അപ്പോൾ തന്നാ മതി. ഇന്നാ ചേച്ചി, നിങ്ങൾ ചോദിച്ച 5000 രൂപ വാങ്ങിച്ചോളൂ. നിന്നെ ഞാൻ മനസ്സിലാക്കാതെ എന്തൊക്കെയോ സംസാരിച്ചു. ഒന്നും മനസ്സിൽ വെക്കല്ലേ. താങ്ക് യു. ഭർത്താവിന് ശമ്പളം വന്ന ഉടനെ തന്നെ തിരിച്ചു തന്നേക്കാം. ഇങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നുപോയി. ചേച്ചി എന്തെടുത്തോണ്ടിരിക്കുക? അന്ന് ഞാൻ 5000 രൂപ കടം തന്നില്ലായിരുന്നു. അതൊന്ന് തിരിച്ചു തരാവോ? എൻ്റെ മോൻ്റെ സ്കൂളിൽ ഫീസ് കിട്ടണമായിരുന്നു. മാത്രമല്ല ഈ മാസത്തെ ചെലവ് അല്പം കൂടുതലാ. ബന്ധുക്കളുടെയൊക്കെ കല്യാണം വന്നതുകൊണ്ട് ഈ മാസം കുറച്ച് ചെലവ് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഇപ്പം എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായേനെ. എന്താ ഇത്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എനിക്ക് പണം തന്നു. ആരെങ്കിലും കേട്ടാ ചിരിക്കും. എന്റെ ഭർത്താവിനെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭർത്താവിനോ 10000 രൂപ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ നിങ്ങളോട് കടം വാങ്ങിച്ചെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ? ഇപ്പൊ പറഞ്ഞത് വിട്ടേക്ക്. ഇത് വേറെ ആരോടും പോയി പറഞ്ഞേക്കരുത്. മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് പൈസ ഒന്നും തരാനില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ വന്ന് ശല്യപ്പെടുത്തരുത്. ഇങ്ങനത്തെ മണ്ടത്തരൊന്നും ഇനിയും പറയല്ലേ. നിന്റെ ഈ പൈസയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരല്ലേ. പിന്നെ ഈ കാര്യം തന്നെ സുബലക്ഷ്മി ഗ്രാമമുഖ്യന്റെ അടുത്ത് എന്ന് വ്യക്തമായി പറഞ്ഞു. അദ്ദേഹം ഒരു ദിവസം പഞ്ചായത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഗ്രാമമുഖ്യന്റെ വീടിനരികിലേക്ക് ചെന്ന സമയത്ത്, സുഖമാണോ സുബലക്ഷ്മി? നിന്നെയും കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. അത് വീട്. ദാ ഇവിടുത്തെ തോട്ടത്തിൽ ഇന്ന് ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു. നിങ്ങളും എടുത്തോളൂ. അപ്പോൾ സുബലക്ഷ്മി ഒരു റോസാപ്പൂ എടുത്ത് തലയിൽ ചൂടി. ധാരാളം ഉണ്ടല്ലോ, എടുത്തോ സുബലക്ഷ്മി. മതിയമ്മേ, ഇത് മതി എനിക്ക്. ഇതുപോലെ ഒരു പൂ വെക്കാനാ എനിക്കിഷ്ടം. ആഹാ, എത്ര ഡിസൈനിലുള്ള പൂക്കളാ. ആ സമയത്ത് അവർ 4 രീതിയിലുള്ള പൂ എടുത്ത് തലയിൽ വെച്ചു. എന്നിട്ട് വീടിനുള്ളിലേക്ക് പോയതും പുഴുങ്ങിയ കപ്പലണ്ടി ഒരു പാത്രത്തിനുള്ളിൽ വെച്ചിരിക്കുന്നത് കണ്ടു. അദ്ദേഹം വരാൻ കുറേ സമയമെടുക്കും. അദ്ദേഹം നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു. പിന്നെ ദാ ഈ കപ്പലണ്ടി കഴിച്ചോണ്ട് ഇവിടെ ഇരിക്കെ. ഇന്ന സുബ്ബലക്ഷ്മി, 2 പേരും ഇവിടെ വന്നിരുന്ന് ഈ കപ്പലണ്ടിയും കഴിച്ചോണ്ടിരി. അപ്പോൾ സുബ്ബലക്ഷ്മി അവർ നൽകിയത് 2 കൈയും കൊണ്ടും സന്തോഷത്തോടെ സ്വീകരിച്ചു. ഓ, ഇതെനിക്ക് വലിയ ഇഷ്ടമാ. ഇങ്ങി തന്നേര്. എന്റെ സാരിയുടെ മുന്താണിയിലേക്ക് ഇട്ടേര്, ഞാൻ കഴിച്ചോളാം. ഇതെല്ലാം തന്നെ ഗ്രാമമുഖ്യൻ ജനലിനരികിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് പുറത്ത് കസേരയിലിരുന്ന അദ്ദേഹം, പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ദാ ഇങ്ങോട്ട് നോക്കിയേ. 5000 രൂപ നീ എപ്പോ സുബലക്ഷ്മിക്ക് നൽകുമെന്ന് പറഞ്ഞോ, അതുവരെ ഞാൻ സുബലക്ഷ്മിയോടൊന്ന് ക്ഷമയോടെ ഇരിക്കാൻ പറയും. മനസ്സിലായോ? അയ്യോ, ഇവള് പറയുന്നൊന്നും വിശ്വസിക്കല്ലേ. ഇവര് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാ. ഉള്ള പണം വെച്ച് ജീവിതം തള്ളി നീക്കുന്നവര്. അവരെനിക്ക് പൈസ തന്നെന്ന് പറഞ്ഞാ നിങ്ങളത് വിശ്വസിച്ചോ? മാത്രമല്ല, ഞാനൊരു ലക്ഷാധിപതിയാ. ഞാനെന്തിനാ ഇവരോട് പോയി കടം വാങ്ങിക്കുന്നത്? ദാ നോക്ക്, നിങ്ങളുടെ ഗുണം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ജനലിൽ കൂടി വന്നപ്പോൾ മുതൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നത്. എന്റെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടിയാണ് പൂന്തോട്ടത്തിൽ നിന്നും പൂക്കൾ പറിച്ചുകൊണ്ട് വന്നത്. സുബലക്ഷ്മി ഒരു പൂ വാങ്ങിച്ച് തൃപ്തിപ്പെട്ടു. പക്ഷെ നിങ്ങളോ അത്യാഗ്രഹത്തോടെ 4 പൂക്കൾ എടുത്തു. പിന്നീട് 2 പേരും ഉള്ളിലേക്ക് വന്നപ്പോ പുഴുങ്ങിയ കപ്പലണ്ടി വെച്ച് ഞാനൊന്ന് പരീക്ഷിച്ചു. അപ്പോഴും സുബലക്ഷ്മി അവരുടെ വെറും കൈകൊണ്ടാണ് വാങ്ങിച്ചത്. പക്ഷെ നിങ്ങളോ സാരിയുടെ മുന്താണിയിലാ വാങ്ങിച്ചത്. അപ്പോൾ നിന്റെ സ്വഭാവവും അവരുടെ ഉത്തരവാദിത്വവും എല്ലാം എനിക്ക് മനസ്സിലായി. ഇതിൽ കൂടുതൽ നിനക്ക് സംസാരിക്കാൻ ഒന്നുമില്ല. സുബലക്ഷ്മിയുടെ അടുത്തു നിന്നും വാങ്ങിച്ച പണം അവർക്ക് തിരിച്ചു കൊടുത്തേക്ക്. അയ്യോ, എന്നോട് ക്ഷമിച്ചേക്കണേ സുബ്ബലക്ഷ്മി. നീ എന്നോട് ക്ഷമിക്കണം. വേഗം തന്നെ ഞാൻ നിന്റെ പണം തിരിച്ചു തന്നേക്കാം എന്നവർ സങ്കടത്തോടുകൂടി പറഞ്ഞു. ഇതാണ് ഇന്നത്തെ കഥ. മറ്റൊരു കഥയോടുകൂടി വീണ്ടും കാണാം. നന്ദി. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല കഥയോടുകൂടി വീണ്ടും കാണാം. നമസ്കാരം.